എല്ലാവർക്കും നമസ്കാരം. നടവഴിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ വാഹന സംബന്ധമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഇത്തരത്തിലൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാറ് പീരിയോഡിക്കൽ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഓതറൈസ്ഡ് ഡീലറിൽ കാർ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിന് AC കൂളിംഗ് ചെറുതായി കുറവുണ്ടായിരുന്നു. അപ്പോൾ സർവീസ് അഡ്വൈസറുടെ അടുത്ത് ഈ കാര്യം അദ്ദേഹം സൂചിപ്പിച്ച ശേഷം അദ്ദേഹം തിരിച്ചു പോന്നു. വൈകിട്ട് കാറ് തിരിച്ചു മേടിക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹം ബില്ലൊക്കെ പേയ്മെൻറ്റൊക്കെ സെറ്റിൽ ചെയ്ത് സർവീസ് അഡ്വൈസറുടെ അടുത്ത് ആ കൂളിങ്ങിൻ്റെ ഇഷ്യൂ വെച്ചപ്പോൾ സർവീസ് അഡ്വൈസർ അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: വാഹനത്തിൻ്റെ AC കുറവുണ്ടായിരുന്നു, ഞങ്ങളത് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറുപടിയാണ്, വാഹനത്തിൻ്റെ AC കുറവുണ്ടായിരുന്നു, ഞങ്ങളത് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സാധാ കസ്റ്റമറെ സംബന്ധിച്ച് വാഹനത്തെക്കുറിച്ച് അവഗാധമായ പാണ്ഡിത്യം ഉണ്ടാകണമെന്നില്ല. അത്തരം ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മറുപടി എന്ന് പറയുന്നത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മറുപടിയാണ്. പക്ഷേ ഈ മറുപടിക്കകത്ത് ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. കാരണം വാഹനത്തിൻ്റെ AC ഗ്യാസ് ചുമ്മാ അങ്ങ് കുറഞ്ഞു പോകുന്നൊരു സംഭവമല്ല. നമ്മൾ വാഹനത്തിൽ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ AC ഗ്യാസ് എപ്പോഴും ഫില്ല് ചെയ്യേണ്ട ഒരു സംവിധാനമല്ല അത്. വാഹനത്തിൽ AC കുറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. വാഹനത്തിൻ്റെ പഴക്കം ചെല്ലുമ്പോൾ വാഹനത്തിലെ AC ഗ്യാസ് അല്ലെങ്കിൽ റെഫ്രിജറൻറ്റിൻ്റെ അളവ് ഒരു പരിധി വരെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വാഹനത്തിൽ AC ഗ്യാസ് കുറയാൻ കാരണം എന്ന് പറയുന്നത് വാഹനത്തിലുള്ള AC ഗ്യാസിൻ്റെ ലീക്കാണ്. അത് സംഭവിക്കുന്നത് വാഹനത്തിൻ്റെ എൻജിൻ റൂമിനകത്തിരിക്കുന്ന കംപ്രസർ, കണ്ടൻസർ, ഹൈ പ്രഷർ ലോ പ്രഷർ ട്യൂബുകൾ, ഇതിനകത്ത് വരുന്ന ലീക്ക് മൂലമാണ് വാഹനത്തിൽ AC ഗ്യാസ് ലീക്ക് സംഭവിക്കുന്നത്. പക്ഷേ എൻജിൻ റൂമിനകത്ത് സംഭവിക്കുന്ന ലീക്ക് എന്ന് പറയുന്നത് അപകടകരമായ അല്ലെങ്കിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു ലീക്കല്ല. എപ്പോഴാണ് നമുക്ക് ആശങ്ക ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനകത്ത്, അതായത് ഡാഷ്ബോർഡിനകത്തിരിക്കുന്ന ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിനകത്ത് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ AC ഗ്യാസ് അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ കൂളിംഗ് കോയിലിനകത്ത് ലീക്ക് വന്ന് വാഹനത്തിൻ്റെ AC വെൻറ്റിലൂടെ വാഹനത്തിനകത്തേക്കാണ് ലീക്ക് സംഭവിക്കുന്നത്. ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് കാരണമാണ്. ഒരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ച് ഇത് ഒരു പക്ഷേ ഇത് അവരെ ആരോഗ്യപരമായിട്ട് ബാധിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ വാഹനത്തിൽ എപ്പോഴും ഹെൽത്തി ആളുകൾ മാത്രമല്ല യാത്ര ചെയ്യുക. വൃദ്ധർ, കുട്ടികൾ, ഗർഭിണികൾ, രോഗികൾ, ഇത്തരം ആളുകളും നമ്മുടെ കൂടെ പാസഞ്ചേഴ്സായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇതുവരെ സാരമായിട്ട് ബാധിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ AC ഗ്യാസ് അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ കാരണമായാൽ നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാവുന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത് ഓതറൈസ്ഡ് സർവീസ് ഡീലറുടെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനോ സർവീസ് അഡ്വൈസറുടെ നിഷ്ക്രിയത്വം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനോ വേണ്ടിയല്ല. കാരണം AC ലീക്ക് അല്ലെങ്കിൽ AC കൂളിംഗ് കുറയുക എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ നമ്മൾ നേരിടുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെയാണ് ആ ലീക്ക് സംഭവിക്കുന്നതെന്ന് നമ്മളത് ചോദിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ വാഹനത്തിനകത്ത് ഇരിക്കുന്ന ഇവാപ്പറേറ്ററിലാണ് ലീക്കെങ്കിൽ നമ്മളൊരു ടെമ്പററി സൊല്യൂഷനിലേക്ക് പോയി അതൊരു ടോപ്പ് അപ്പ് ചെയ്ത് AC ഗ്യാസ് ടോപ്പ് അപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ എന്ന് പറയുന്ന ആ പാർട്ട് മാറ്റി അതൊരു പെർമനൻറ്റ് സൊല്യൂഷനിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കാഴ്ചയുമായി നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.